ഏപ്രിൽ 10-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ തന്നെ ട്രംപ് കൊണ്ടുവന്നിട്ടുള്ള ആ റെസിപ്രോക്കൽ താരിഫ് പരിപാടി അടുത്ത 90 ദിവസത്തേക്ക് വേണ്ടിയിട്ട് പോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. പക്ഷേ ചൈനയ്ക്ക് മേലെയുള്ള ആ ഒരു നടപടികൾ പോസ് ചെയ്തിട്ടില്ല. ചൈനയുടെ മേലെയുള്ളത് 125% ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതേ സമയത്ത് മറ്റ് രാജ്യങ്ങൾക്ക് മേലെയുള്ളത് 90 ദിവസത്തേക്ക് പോസ് ചെയ്തിട്ടുണ്ട്, അതായത് നിർത്തി വെച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ പ്രസിഡന്റ് ട്രംപ് അനൗൺസ് ചെയ്തിട്ടുള്ള ആ ഒരു റെസിപ്രോക്കൽ താരിഫ് 90 ദിവസത്തേക്ക് പോസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഏകദേശം 75ഓളം രാജ്യങ്ങൾ യുഎസുമായിട്ട് ചർച്ചയിലേക്ക് വരുന്നുണ്ട്. കാരണം അവരുടെ രാജ്യത്തുള്ള ഇറക്കുമതി ഡ്യൂട്ടി കുറക്കാം, ഇമ്പോർട്ട് ഡ്യൂട്ടി കുറക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ചർച്ചകൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ടെമ്പററി ആയിട്ട് പോസ് ചെയ്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയത്ത് ചൈന റിട്ടാലിയേറ്ററി മെഷർ ആയിട്ട് അമേരിക്കൻ പ്രൊഡക്റ്റുകളുടെ മേലെ കൂടുതൽ നികുതി ഏർപ്പെടുത്തിയത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ചൈന ചർച്ചയ്ക്ക് പോകാത്തതുകൊണ്ട് തന്നെ ചൈനീസ് പ്രൊഡക്റ്റുകളുടെ മേലെ 125% താരിഫ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് നേരത്തെ 104% ആയിരുന്നെങ്കിൽ അതിപ്പോൾ 125%ത്തിലേക്ക് വർദ്ധിക്കുകയാണ്. അപ്പോൾ ചൈന ഇതിനോട് റെസ്പോണ്ട് ചെയ്ത് എങ്ങനെ 84% നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ചൈന റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നും കൂടി ഓർത്തുവെക്കുന്നത്. മറ്റ് രാജ്യങ്ങൾക്കെല്ലാം നിലവിലെ 10% ഫ്ലാറ്റ് താരിഫ് അപ്ലിക്കബിൾ ആയിരിക്കും. ഇത് സാറ്റർഡേ മുതൽ നിലവിലുണ്ട്. അധികമുള്ള താരിഫ് 90 ദിവസത്തേക്ക് പോസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ചൈനയെ അക്യൂസ് ചെയ്യുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ട്രംപ്. അതായത് ഗ്ലോബൽ മാർക്കറ്റിനെയും US എക്കണോമിയും ഒക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ചൈന ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനും അമേരിക്കക്ക് മേലെ തിരിച്ച് ഒരു റെസിപ്രോക്കൽ മെഷർ എടുത്തിട്ടുണ്ടായിരുന്നു. 20 ബില്യൺ പൗണ്ട് ആയിട്ടുള്ള യൂറോക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള US പ്രൊഡക്റ്റുകളുടെ മേലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സോയാബീൻ, മോട്ടോർ സൈക്കിളിന്റെ മേലെയൊക്കെ താരിഫുകൾ ഇമ്പോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു 20% US താരിഫിനോട് യൂറോപ്യൻ യൂണിയൻ തുടക്കത്തിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ മുന്നേ 2 ദിവസം മുന്നെയാണ് ഏപ്രിൽ 2-ാം തീയതി ലിബറേഷൻ ഡേ എന്ന് പറഞ്ഞുകൊണ്ട് 10% ബേസ് ലൈൻ വെച്ചിട്ട് US പ്രസിഡന്റ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് താരിഫ് ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടുതൽ താരിഫ് കുറച്ച് രാജ്യങ്ങളുടെ മേലെ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മേലെ കൂടുതൽ ഇറക്കുമതി തീരുവ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ലാർജ് ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യങ്ങളുടെ മേലെ കൂടുതൽ ഇറക്കുമതി തീരുവ കൊണ്ടുവരുന്ന രീതിയിലാണ് അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റുകളെല്ലാം തന്നെ ഷെയ്ക്കൻ ആയിട്ടുണ്ടായിരുന്നു. ട്രേഡ് വാർ രൂപപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ഈ ഒരു പോസ് അനൗൺസ്മെന്റ് ചെയ്തതിനു ശേഷം അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു ഉണർവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. വാൾ സ്ട്രീറ്റ് ഒക്കെ കുറച്ചുകൂടി ഉണർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. യൂറോപ്യൻ ഏഷ്യൻ മാർക്കറ്റുകൾ എന്നാൽ ഏർലിയർലി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഓയിൽ പ്രൈസസും US ഡോളറിന്റെ വാല്യൂ എല്ലാം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓർത്തുക. അതേസമയത്ത് യുഎസിന്റെ ബോണ്ട് ഈൽഡുകൾ കുത്തനെ ഉയരുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇൻവെസ്റ്റേഴ്സ് വളരെയധികം കൺസേൺ ആയതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിലും ബോണ്ട് മാർക്കറ്റിലും ഒക്കെയുള്ള പെട്ടെന്നുള്ള വോളറ്റിലിറ്റിക്ക് കാരണം എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അതിനിടയിൽ ഇന്ത്യയുടെ RBI അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റി ചേരുകയും ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ അണ്ടർ കൺട്രോൾ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് റിപ്പോ റേറ്റ് 25 ബേസിസ് പോയിന്റ് അല്ലെങ്കിൽ 0.25% കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ GDPയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റും കുറച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തെ ഈ ഒരു റിപ്പോ റേറ്റ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 4.4% ഒക്കെയാണ് റിപ്പോ റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് കൂടി വന്ന് 6.5%ത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിന് കുറെ കാലം സ്റ്റേബിൾ ആയതിനു ശേഷം ലാസ്റ്റ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗിൽ 0.25% കുറച്ച് അത് 6.2% അതിപ്പം 0.25% കൂടി കുറച്ച് 6%ത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്താ ഈ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBIയിൽ നിന്നും ബാങ്കുകൾ പണം കടമെടുക്കുമ്പോൾ ബാങ്കുകൾ RBIക്ക് നൽകേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പൈസ ബാങ്കുകൾ നമുക്ക് തരുമ്പോൾ ബാങ്ക് അതിന്റെ കൂടെ ഒരു 2 മുതൽ 2.5% ഒക്കെ കൂട്ടിയിട്ടായിരിക്കും തരിക. അപ്പൊ നമുക്കൊരു 8% മുതൽ 8.5%-നൊക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ RBI ഇത് കുറക്കുന്ന സമയത്ത്, റിപ്പോ റേറ്റ് കുറക്കുന്ന സമയത്ത്, അതായത് ഉദാഹരണത്തിന് 2% ആണ് ഈ ഒരു അഡീഷണൽ വരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ റിപ്പോ റേറ്റ് പ്ലസ് 2% ആയിരിക്കും ബാങ്കുകൾ നമുക്ക് തരുന്ന ലോൺ. അപ്പൊ ഇവിടെ റിപ്പോ റേറ്റ് 6.25% ആയിരുന്ന സമയത്ത് പ്ലസ് 2% എന്ന് പറയുമ്പോൾ 8.25%-ത്തിലാണ് ലോണുകൾ തുടങ്ങുക. ഇപ്പോൾ 6% ആവുമ്പോൾ അത് 6.6 പ്ലസ് 2 8%-ത്തിലെ ലോണുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന
സാഹചര്യം വരും. അപ്പോൾ ഇതിനെയാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. കാരണം റിപ്പോ റേറ്റിന് അനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് വാരി ചെയ്യുന്നതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റ് കുറച്ചിട്ടുണ്ട് 25 ബേസിസ് പോയിന്റ്സ്, അതായത് 0.25% ആണ് കുറച്ചത്. സോ 6.25 ഉള്ളത് ഇപ്പോൾ 0.25% കുറച്ച് 6%ലേക്ക് വന്നിട്ടുണ്ട്. ഇത് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ലോണുകൾ കിട്ടാൻ സഹായിക്കും. അതുവഴി എക്കണോമിയിൽ കുറച്ചുകൂടി റിവൈവൽ ഉണ്ടാവും എന്നാണ് കാണുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടാമത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗിൽ തുടർച്ചയായിട്ടാണ് ഇത് കുറക്കുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു എക്കണോമിയെ കുറിച്ചുള്ള RBI അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ വ്യൂ അത് അക്കോമഡേറ്റ് ചെയ്യും. ഓക്കെ, മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ള രീതിയിലേക്ക് പോയിട്ടുണ്ട്. അതായത് ഇനിയും തുടർച്ചയായിട്ടുള്ള മീറ്റിങ്ങുകളിൽ കട്ട് ഉണ്ടാവും എന്ന് നമുക്ക് അറിയാം. സ്വാഭാവികമായിട്ടും ഇത് ലോൺ എടുക്കുന്ന ആൾക്കാരെയാണ്, ലോൺ എടുത്തിട്ടുള്ള ആൾക്കാരെയാണ് സഹായിക്കുക എന്ന് ഓർത്തുക. ഹോം ലോണും ഓട്ടോ ലോൺ കസ്റ്റമേഴ്സ് ഓൾറെഡി എടുത്ത ലോണുകളും ഇതിനനുസരിച്ച്, കാരണം എല്ലാം ഫ്ലോട്ടിംഗ് റേറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് രണ്ട് രീതിയിലുണ്ട്. ഫ്ലോട്ടിംഗ് റേറ്റ് ഉണ്ട്, ഫിക്സഡ് റേറ്റ് ഉണ്ട്. ഫിക്സഡ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിക്സഡ് ആണ്, അതായത് 6% ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഫിക്സഡ് ആണ്. മോണിറ്ററി പോളിസി കമ്മിറ്റി റിപ്പോ റേറ്റ് പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും അത് 6% തന്നെയാണ്. അതേസമയത്ത് ഫ്ലോട്ടിംഗ് റേറ്റ് ബെഞ്ച് മാർക്കഡ് ആണ്. ബെഞ്ച് മാർക്കഡ് എന്ന് വെച്ചാൽ ഏതിനെയോ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അത് സാധാരണ ഈ റിപ്പോ റേറ്റ് പ്ലസ് 2% എന്നൊക്കെ ഉണ്ടാവും. ഓരോ ബാങ്കുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഉദാഹരണത്തിന് റിപ്പോ റേറ്റ് പ്ലസ് 2%. അപ്പോൾ റിപ്പോ റേറ്റ് കുറയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും എന്നുള്ളതാണ്. അപ്പോൾ ഫ്ലോട്ടിംഗ് റേറ്റിൽ ലോണുകൾ എടുത്ത ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയും എന്നുകൂടി ഓർത്ത് വെക്കുക. ഫിക്സഡ് റേറ്റിൽ എടുത്തവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയില്ല എന്നുകൂടി ഓർത്ത് വെക്കുക. RBIയുടെ ഈ ഒരു മൂവ് ഉണ്ടാവുന്നത് യുഎസിന്റെ താരിഫ് വാറിന്റെ ഇടയിലാണ്. അതായത് ഗ്ലോബൽ അതുപോലെ ഇന്ത്യൻ ഗ്രോത്തിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള US പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തിന്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള വന്നത്. എന്നാൽ GDPയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് 2025-26 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ GDP 6.7% വളരുമെന്നാണ് RBI നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് 0.2% കുറച്ച് 6.5%ലേക്ക് കുറച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ട്രേഡ് വാറിന്റെ അൺസർട്ടനിറ്റി, അതുപോലെ ഇന്ത്യയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ ഫ്ലോയിലുള്ള അൺസർട്ടനിറ്റി തുടങ്ങിയവയൊക്കെ ഇത്തരത്തിലുള്ള ഈ ഒരു GDP ഗ്രോത്ത് റേറ്റ് കുറയുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക. അതേസമയത്ത് ഇൻഫ്ലേഷൻ റിസ്ക് എന്ന് പറയുന്നത് നിലവിലുണ്ട്. കാരണം ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ വില വർദ്ധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ വില വർദ്ധിക്കും എന്ന് പറയുന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളുടെ വില വർദ്ധിക്കും. അത് ഇൻഫ്ലേഷനിലേക്ക് ബാധിക്കാം എന്നുള്ളതാണ്. പക്ഷേ അതേ സമയത്ത് ഗ്ലോബൽ ഗ്രോത്ത്, പ്രത്യേകിച്ചും നമ്മൾ നോക്കി കഴിഞ്ഞാൽ സ്ലോ ആയിട്ടുള്ള ഗ്ലോബൽ ഗ്രോത്ത് ആണ്. അതുവഴി ഓയിൽ അളവ് അല്ലെങ്കിൽ കൊമോഡിറ്റി പ്രൈസസ് ഒക്കെ കുറയാൻ കാരണം. അതുവഴി എന്ത് ചെയ്യാം, ഈ സാധനങ്ങളുടെ വില വീണ്ടും കുറയാം, ഇൻഫ്ലേഷൻ കുറയാം എന്നൊക്കെയാണ് കരുതുന്നത്. RBIയുടെ കണക്ക് പ്രകാരം ഇപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു മേജർ കൺസേൺ അല്ല. കാരണം ഗ്ലോബൽ വോളറ്റിലിറ്റി ആണ് ഫ്യൂച്ചർ ഔട്ട്കംസിനെ കൺസേൺ ആക്കി മാറ്റുന്നത്. ഇൻഫ്ലേഷൻ അണ്ടർ കൺട്രോൾഡ് എന്നാണ്. ഇതിന്റെ കൂടെ തന്നെ ബാങ്കുകളുമായി ബന്ധപ്പെട്ട മറ്റ് റേറ്റുകൾ, സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി 5.75%, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ബാങ്ക് റേറ്റ് 6.25%ലേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 റാഫേൽ ജെറ്റുകൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് 63,000 കോടിയുടെ അനുമതി നൽകി എന്നാണ് പറയുന്നത്. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ആണ്, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ചേരുന്നത്. അവരാണ് ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട് 26 റാഫേൽ ജെറ്റുകൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി അനുമതി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി എന്ന് പറയുന്ന സെക്യൂരിറ്റി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ക്യാബിനറ്റിലെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ്. 63,000 കോടിയുടെ ഡീലാണ് 26 റാഫേൽ ജെറ്റുകൾ ഫ്രാൻസിൽ നിന്നും ഇന്ത്യൻ നേവിക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ 22 സിംഗിൾ ജെറ്റുകളും 4 ട്വിൻ സീറ്റർ ട്രെയിനർ ജെറ്റുകളാണ്. ട്രെയിനർ ജെറ്റുകൾ എന്ന് വെച്ചാൽ 2 പേർക്ക് ഇരിക്കാൻ പറ്റും, ട്രെയിനിങ് പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഫ്രഞ്ച് ഡിഫൻസ് മിനിസ്റ്ററുമായിട്ട് വിസിറ്റ് നടക്കുമ്പോൾ ഈ ഒരു കോൺട്രാക്ട് ഫൈനലൈസ് ചെയ്യും എന്നുള്ളതാണ്. അതേപോലെ തന്നെ 3 സ്കോർപിയൻ ക്ലാസ്സുള്ള സബ്മറൈനുകൾ ഈ ഒരു ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് സെക്യൂരിറ്റിയുടെ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഓർത്തിരിക്കുന്നതാണ്. ഈ ഒരു ജെറ്റിന്റെ ഡെലിവറി 3.5 വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്യും, 6.5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതായത് 2025 സൈൻ ചെയ്യുകയാണെങ്കിൽ 2028 ആകുമ്പോഴത്തേക്ക് ഇത് ഡെലിവറി സ്റ്റാർട്ട് ചെയ്യും. 2031 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഡെലിവറി കംപ്ലീറ്റ് ചെയ്യും. ഓൾറെഡി ഇന്ത്യൻ എയർഫോഴ്സിന് 36 റാഫേൽ ജെറ്റുകൾ ഉണ്ട് 2016 ഡീൽ പ്രകാരം. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ത്യൻ നേവി റാഫേൽ ജെറ്റുകൾ ഫ്രഞ്ച് എയർക്രാഫ്റ്റ് കാരിയർ ആയിട്ടുള്ള ചാൾസ് ഡി ഗ്യൂലേർ റീസെന്റ് ആയിട്ടുള്ള എക്സസൈസിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ത്യ പർച്ചേസ് ചെയ്യുന്നതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഇന്ത്യൻ നേവിക്ക് കറന്റ് 2 എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഉണ്ട്. INS വിക്രമാദിത്യ ഉണ്ട്, റഷ്യയിൽ നിന്ന് പ്രൊക്യൂർ ചെയ്തതാണ്. INS വിക്രാന്ത് ഉണ്ട്, ഇൻഡിജിനസ് ആയിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ബിൽഡ് ചെയ്തതാണ്. ഇവയിലാണ് ഈ ഒരു റാഫേൽ ജെറ്റുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റാഫേൽ ജെറ്റ് എന്ന് പറഞ്ഞാൽ ദസാൾട്ട് ഏവിയേഷൻ എന്ന് പറയുന്ന ഫ്രഞ്ച് എയ്റോസ്പേസ് കമ്പനി ബിൽഡ് ചെയ്തിട്ടുള്ള റാഫേൽ ജെറ്റുകളാണ്. മൾട്ടി റോൾ 4+ ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകളാണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏവിയോണിക്സും എയ്സാർ റഡാറും ഒക്കെ ഉള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള
ഫൈറ്റർ ജെറ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. ഡീപ് സ്ട്രൈക്കുകൾ നടത്താൻ വേണ്ടിയിട്ടും എയർ ഡിഫൻസ് പർപ്പസിന് റിക്കൺസെൻസ് മെഷേഴ്സ് അതുപോലെ മാരിടൈം ഓപ്പറേഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങൾ ആർമേഴ്സ് ഉണ്ട്, മെറ്റീരിയൽ, മൾട്ടി മിഷൻ എയർ ടു എയർ മിസൈൽസ്, മിക്ക സ്കാൽപ്പ് മിസൈൽസ്, എക്സോസിഇടി ആന്റി ഷിപ്പ് വെപ്പൺസ് ഒക്കെ ഇതിൽ എക്യുപ്ഡ് ആണെന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു നേവി എയർഫോഴ്സിന് ഉണ്ട്, എയർഫോഴ്സിന്റെ നിന്ന് വ്യത്യസ്തമാണ് നേവിയുടേത്. എയർഫോഴ്സിന് ലൈറ്റ് വെയിറ്റ് ആണ് വേണ്ടത്, പക്ഷേ നേവിക്ക് ഹെവിയർ ആയിട്ടുള്ള എയർ ഫ്രെയിം ആണ്, പ്രത്യേകിച്ചും നേവൽ ഓപ്പറേഷന് കുറച്ചുകൂടി അഡീഷണൽ ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റുകൾ വേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള റഡാർ, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ്, മാരിടൈം അപ്ലിക്കേഷൻ അനുസൃതമായിട്ടുള്ള രീതിയിൽ ടെക്നോളജിക്കൽ ചേഞ്ചസ് ഉണ്ട്. കൂടാതെ ലാൻഡിംഗ് കാപ്പബിലിറ്റീസ് വേണം അല്ലെ, കപ്പലിലാണ് ലാൻഡ് ചെയ്യേണ്ടത്, ഷോർട്ട് ഡിസ്റ്റൻസ് 10-200 മീറ്റർ ഒക്കെ റൺവേ കിട്ടത്തുള്ളൂ. അപ്പൊ കാറ്റപ്പുൾട്ട് അസിസ്റ്റഡ് ടേക്ക് ഓഫ്, ബാരിയർ അസിസ്റ്റഡ് റിക്കവറി തുടങ്ങിയിട്ടുള്ള ടെക്നിക്കുകൾ, അതുപോലെ ഷോർട്ട് ടേക്ക് ഓഫ്, ബാരിയർ അറസ്റ്റഡ് റിക്കവറി തുടങ്ങിയിട്ടുള്ള സിസ്റ്റംസ്, കാറ്റോബാർ, സ്റ്റോബാർ തുടങ്ങിയിട്ടുള്ള സിസ്റ്റംസ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് അഡീഷണലി വരുന്നുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഫോർമർ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ ആയിട്ടുള്ള MK നാരായൺ, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഒക്കെ ആയിരുന്നു, അദ്ദേഹം എഴുതിയ ആർട്ടിക്കിളാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അദ്ദേഹം സൂക്ഷ്മമായി നോക്കുന്നതായിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ചൈനീസ് പ്രസിഡന്റ് അവരുടെ പാസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം അവരുടെ ചൈനീസ് സിവിലൈസേഷനെ കുറിച്ചൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ബോർഡറിലൊക്കെ ടെൻഷൻസ് ഉണ്ടാവുന്ന സമയത്ത് ഇന്ത്യ ചൈനയുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ടെറിട്ടോറിയൽ ബൗണ്ടറി വിഷയങ്ങളൊക്കെയാണ് ചൈന മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈവൻ ദോ അവരുടെ ലീഗൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഗ്രൗണ്ട്സ് വളരെ വീക്ക് ആണെങ്കിൽ പോലും അവരത് മുന്നോട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചൈനയുടെ ഒരു ഭാഗത്തുള്ള അഗ്രസീവ് പോസ്ചറും മറ്റൊരു ഭാഗത്തുള്ള ഈ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം, പണ്ട് ഇത് നമ്മുടെ ഭാഗമായിരുന്നു, നമ്മുടെ ചൈനയുടെ ഭാഗമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ചും ആ ഒരു പ്രദേശത്ത് റീജിയണലി അതുപോലെ ഗ്ലോബലി ആ ഒരു ചൈനയുടെ മേൽക്കോയ്മ കാണിക്കാനുള്ള ഒരു ശ്രമമായിട്ട് ചൈന ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ പല തരത്തിലുള്ള ക്ലാഷുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും 2013 ഡെപ്സാങ്ങില്, 2016 ഡംചോക്കില്, 2017 ഡോക്ലാമില്, 2020 ഗാൽവൻഡ്, ഇത്രയും സ്ഥലങ്ങളിൽ ഈ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ചൈന വളരെ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ റീസെന്റ് ആയിട്ട് ഡി എസ്കലേഷൻ, അതായത് ആ ടെൻഷൻസ് റിലീസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യ ചൈന ബോർഡർ പട്രോളിംഗ് എഗ്രിമെന്റ് സൈൻ ചെയ്യുകയും ഈ ഒരു അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ നിന്ന് ട്രൂപ്പുകൾ പിന്മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നൊരു സമാധാനത്തിന്റെ രീതിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2024 മുതൽ നടന്ന ടർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സമാധാനത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ബോർഡർ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി മാറി, അല്ലെങ്കിൽ ബോർഡർ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി മെച്ചപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നതാണ്. ചൈന ഏത് ദിവസവും അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. സോ കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കുക എന്നുള്ളതാണ് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം ഇന്ത്യക്ക് ഒരു സ്റ്റാൻസ് എടുക്കാൻ പറ്റില്ല, ചൈന ചിലപ്പോൾ ഏത് സമയവും അഗ്രസീവ് ആയിട്ട് അറ്റാക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ചൈനയുടെ മിലിറ്ററി അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നോക്കി കഴിഞ്ഞാൽ ചൈന വളരെയധികം ടെക്നോളജിക്കൽ അതുപോലെ തന്നെ ഡിഫൻസിലൊക്കെ അഡ്വാൻസ്ഡ് ആണ്. ചൈനയുടെ ബഡ്ജറ്റ് 2024 7.2% വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഡിഫൻസ് സ്പെൻഡിങ് 2% കുറവാണ് GDP-നെ കമ്പയർ ചെയ്യുമ്പോൾ എന്ന് ഓർക്കുക. അതായത് മിലിറ്ററി കാപ്പബിലിറ്റീസ് ഇന്ത്യക്ക് ചൈനയെ സംബന്ധിച്ച് വളരെ കുറവാണ് എന്നുള്ളതാണ്. അതേപോലെ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിക്ക് ലഡാക്ക് മേഖലയിൽ നല്ല പ്രസൻസ് ഉണ്ട്. ഏകദേശം 1 ലക്ഷത്തോളം പട്ടാളക്കാരാണ് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പണറി സഹിതം ഈ ലഡാക്ക് പ്രദേശത്തുള്ളത് എന്ന് ഓർക്കുക. അപ്പോൾ ഇന്ത്യക്ക് അത് എപ്പോഴും ഒരു കൺസേൺ തന്നെയാണ്. ചൈന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും സൈബർ ക്യാപ്പബിലിറ്റീസിലും ആന്റി സാറ്റലൈറ്റ് ടെക്നോളജീസിലൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. ഇതെല്ലാം തന്നെ മോഡേൺ വാർഫെയറിൽ, ആധുനിക യുദ്ധ മേഖലകളിൽ ചൈനക്ക് ഒരു മേൽക്കോയ്മ നൽകുന്നതാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയുടെ ഡിഫൻസ് സ്ട്രാറ്റജിയെ സംബന്ധിച്ച് വളരെ കൺസേണിംഗ് ആണ് എന്നുകൂടി ഓർത്തിരിക്കേണ്ടത്. ചൈനയുമായിട്ട് പീസ് ടോക്സ് നടത്തുന്നുണ്ട്, മിലിറ്ററി പക്ഷെ അത് എങ്കിൽ പോലും ഇന്ത്യ മിലിറ്ററി മോഡേണൈസേഷനിൽ ഫോക്കസ് ചെയ്യണം. കാരണം പുതിയ ആധുനിക വാർ ഫൈറ്റിംഗ് ക്യാപ്പബിലിറ്റീസിനെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ന്യൂക്ലിയർ വെപ്പൺസുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ ഇന്ത്യ കുറച്ചുകൂടി അഡ്വാൻസ് ആവേണ്ടതെന്നുള്ളതാണ്. ഇപ്പൊ ചൈന ഇന്ത്യയുടെ നെയ്ബർഹുഡിലൊക്കെ പിടിമുറുക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. സൗത്ത് ഏഷ്യയിൽ പ്രത്യേകിച്ച് ബംഗ്ലാദേശുമായിട്ടും ഒക്കെ നല്ല ബന്ധമാണ്. ആഫ്രിക്കയിലേക്കൊക്കെ ചൈന കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇത് അതേ സമയത്ത് ഈ ഒരു മേഖലകളിലൊക്കെ ഇന്ത്യക്കുള്ള ബന്ധം കുറച്ച് വീക്ക് ആവുന്നത് കാണാൻ പറ്റും. പ്രത്യേകിച്ചും ചൈന നന്നായിട്ട് സ്ട്രോങ് ഹോൾഡ് നേടിയിട്ടുള്ള പ്രദേശങ്ങളിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കുറച്ച് വീക്ക് ആവുന്നത് കാണാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ചും എനർജി റിസോഴ്സ്, ടെക്നോളജിക്കൽ പാർട്ണർഷിപ്പ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ. ന്യൂക്ലിയർ എനർജി വെച്ച് നോക്കുമ്പോൾ ചൈന ഓൾറെഡി സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ ആവശ്യങ്ങൾക്കും മറ്റും അല്ലെങ്കിൽ എനർജി ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ന്യൂക്ലിയർ എനർജിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ ഓൾറെഡി ആഫ്രിക്കയിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളെ സഹായിക്കാൻ പോകുന്നുണ്ട് ഈ ഒരു ടെക്നോളജിയുമായി ബന്ധപ്പെട്ടൊക്കെ. പക്ഷെ ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി അതുപോലെ തന്നെ സ്ട്രാറ്റജിക് പൊസിഷനുമായി ബന്ധപ്പെട്ട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഈ ഒരു റീജിയനിൽ ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി ഒക്കെ വളരെ റിലവൻ്റ് ആണ്.
പക്ഷെ അത് ഇന്ത്യക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ഇന്ത്യയെ അത് ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ റീകാലിബ്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒന്നും കൂടി ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ലോകത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കൃത്യമായിട്ടുള്ള ഈ ഒരു ഇന്ത്യയുടെ നെയ്ബർഹുഡിലും മറ്റുമൊക്കെ ഇന്ത്യക്ക് ആ ബന്ധം കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ആവശ്യമാണ് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ തമിഴ്നാടുവിന്റെ റിച്ച് കൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ആക്ച്വലി തമിഴ്നാടുമായി ബന്ധപ്പെട്ട ബുക്കിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. പക്ഷെ നമ്മൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട്, കുറച്ച് വാക്കുകൾ പ്രത്യേകിച്ചും സംഘം ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇപ്പൊ തമിഴ്നാട് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ കൾച്ചർ ഡിഫറൻസ് നോക്കുമ്പോൾ പ്രധാനമായിട്ടും തമിഴ്നാടുവിനെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നതെന്നും കൂടി ഓർത്ത് വെക്കേണ്ടതായിരുന്നു. ഇപ്പോൾ സൗത്തേൺ റീജിയൻസ് പ്രധാനമായിട്ടും തമിഴ്നാട് എന്ന് പറയുന്നത് ഒരു വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഐഡന്റിറ്റിയും കൾച്ചറും ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. അതായത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഡിവിഷൻസും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും പൂക്കളുടെ പേരിലൊക്കെയുള്ള ജിയോഗ്രഫിക്കൽ ഡിവിഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കുറിഞ്ചി എന്ന പേരുള്ള രീതിയിൽ നമ്മൾ സ്ഥലങ്ങളെ തിരിച്ചിട്ടുണ്ടായിരുന്നു. കുറിഞ്ചി എന്ന് പറയുന്നത് മൗണ്ടെയിൻ പ്രദേശത്താണെന്ന് പറഞ്ഞു. റെയർ മൗണ്ടെയിൻ ബ്ലൂം ആയിട്ടുള്ള കുറിഞ്ചിയുടെ പേരിലാണ് ആ ഒരു വിഭാഗം ആൾക്കാർ ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിക്ട്. മറ്റൊന്നാണ് മുല്ലൈ എന്ന് പറയുന്നത്. മുല്ലൈ എന്ന് പറയുന്നത് ജാസ്മിൻ ആണ്, മുല്ലപ്പൂവാണ്. പ്രത്യേകിച്ചും ഫോറസ്റ്റ് മേഖലയിലാണ് മുല്ലൈ എന്ന് പറയല് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ബ്ലൂ വാട്ടർ ലില്ലി ഓഫ് നെയ്തൽ എന്ന് പറയുന്നത് സീഷോറിനെ കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മത്സ്യബന്ധനമൊക്കെ നടത്തി ജീവിക്കുന്ന ആൾക്കാരാണ് നെയ്തൽ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഡെസേർട്ട് ഫ്ലവർ ആയിട്ടുള്ള പാലയാണ് അരിഡ് ആയിട്ടുള്ള ലാൻഡുകൾ, അതായത് മരുഭൂമി പോലുള്ള ലാൻഡുകളെ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. മരുതം എന്ന് പറയുന്നത് ക്യൂൻസ് ഫ്ലവർ ആണ്, അതായത് ലോ ലാൻഡുകളെ, അതായത് കൃഷി ചെയ്യുന്ന ലോ ലാൻഡ് പ്രദേശത്തെ മരുതം എന്ന് പറഞ്ഞിട്ടൊക്കെയാണ്. അപ്പൊ ഇത്തരത്തിൽ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ, അതായത് പൂക്കളുടെ പേരിട്ടിട്ട് വിളിക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. അതേ സമയത്ത് തമിഴ്നാടിന്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് കോൺട്രിബ്യൂഷൻ, പ്രത്യേകിച്ച് ചോളാസിന്റെ കോൺട്രിബ്യൂഷൻസ് കാണാം. മധുരയിലും ചെന്നൈയിലും തഞ്ചാവൂരിലൊക്കെ വലിയ ഹിസ്റ്റോറിക്കൽ അതുപോലെ കൾച്ചറൽ ആയിട്ടുള്ള ചേഞ്ചസിന് ഉണ്ടായ കാരണമായിട്ടുള്ളതാണ് ചോളാസ് എന്ന് പറയുന്നത്. ശിലപ്പതികാരം എന്ന് പറയുന്ന ആൻഷ്യൻ തമിഴ് എപ്പിക് ഇളങ്കോ അടികൾ എഴുതിയതാണ്. അദ്ദേഹം മധുരൈ ഒരു ഇമ്മോർട്ടൽ സിറ്റി ആയിട്ടൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് കൂടി. അപ്പൊ ശിലപ്പതികാരം ഇളങ്കോ അടികളാണ്, ആൻഷ്യൻ തമിഴ് എപ്പിക് ആണെന്നൊക്കെ ഓർത്ത് വെക്കുക. അടുത്തത് മെഗസ്തനീസ് ആയിട്ടുള്ള ഗ്രീക്ക് അംബാസഡർ ആയിട്ടുള്ള മെഗസ്തനീസ്, അദ്ദേഹം മൗര്യൻ എംപയർ കാലഘട്ടത്തിൽ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മധുരയെ കുറിച്ചും മറ്റുമൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അന്നും കാലഘട്ടം തന്നെ ഈ ഒരു മധുരൈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തമിഴ്നാടു എന്ന് പറയുന്നത് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ് എന്ന് ഓർത്ത് വെക്കുന്നതാണ്. മധുരൈ സിറ്റി ഓഫ് ടെമ്പിൾസ് ആൻഡ് ജാസ്മിൻസ് എന്നാണ് അറിയപ്പെടുന്നതായിട്ടുള്ളത്. സംഘം ലിറ്ററേച്ചർ സമയത്ത് അതിന്റെ സംഘം ലിറ്ററേച്ചറിന്റെ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്ന ആ ഒരു കോൺഗ്രഗേഷൻ ഈ ഒരു മധുരൈ ബേസ്ഡ് ആണെന്ന് കൂടി ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ രാജരാജ ചോള എന്ന് പറഞ്ഞാൽ ചോള രാജാവ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കിങ് ആയിരുന്നു. അദ്ദേഹം തഞ്ചാവൂരിൽ ബൃഹദേശ്വര ടെമ്പിൾ പണിതിട്ടുണ്ടായിരുന്നു. ചോള ഡൈനാസ്റ്റിയുടെ ആ ഒരു ഗ്രാൻഡ്യൂറും അവരുടെ ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട കോൺട്രിബ്യൂഷനെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ബൃഹദേശ്വര ടെമ്പിൾ തഞ്ചാവൂരിലുള്ളത്, രാജരാജ ചോള പണിത് എന്നുള്ളതാണ്. അതേസമയത്ത് രാജേന്ദ്ര ചോള, അദ്ദേഹം ഈ ഒരു ചോള എംപയറിനെ വളരെയധികം സ്പ്രെഡ് ചെയ്യുകയും ഈ ഒരു രാജരാജയുടെ കൾച്ചർ ലെഗസിയെ ലോകത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർക്കുക. തമിഴ്നാടിന്റെ റൈസ് ബോൾ എന്ന് പറയുന്നതാണ് കാവേരി ബേസിൻ, കാവേരി നദിയുടെ തീരങ്ങൾ. വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള അഗ്രികൾച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളാണ്. തിരുച്ചപ്പള്ളി, ചിദംബരം, കുംഭകോണം തുടങ്ങിയിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള ടൗണുകളും ഈ ഒരു പ്രദേശത്തുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പൊ തമിഴ് സൊസൈറ്റി വളരെ കോംപ്ലക്സ് ആണ്, വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഈവൻ തമിഴ് മുസ്ലിം കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇതെല്ലാം തന്നെ കാസ്റ്റ് ഹയറാർക്കീസിനെ ബേസ് ചെയ്യാതെ പ്രൊഫഷൻ ബേസ്ഡ് ആയിട്ടാണ് പലപ്പോഴും കമ്മ്യൂണിറ്റീസിനെ ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നതാണ്. തമിഴ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഷാഫി അതുപോലെ മരക്കായർ തുടങ്ങിയിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സോഷ്യൽ പ്രാക്ടീസസും ഹിസ്റ്ററീസും ഒക്കെ ഉള്ള ആൾക്കാരാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഷാഫി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി മാട്രി ലോക്കൽ സിസ്റ്റം, അതായത് സ്ത്രീകൾക്ക് വീടുകളിൽ പ്രാധാന്യമുള്ള രീതിയിൽ, അതായത് ഹൗസ് ഹോൾഡിന്റെ കൺട്രോൾ സ്ത്രീകൾ ഉള്ള സ്ഥലങ്ങളാണ് മാട്രി ലോക്കൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി സിസ്റ്റം ഫോളോ ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ് ഷാഫി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തമിഴ്നാട് എന്ന് പറയുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും വളരെയധികം സ്വാധീനം, ഈവൻ ഗാന്ധിയെ സ്വാധീനിച്ചിട്ടുണ്ട്. വി.ഒ. ചിദംബരം പിള്ളൈ, രാജാജി ഇവരെയൊക്കെ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിൽ സ്വാധീനിച്ച പ്രദേശം കൂടിയാണ് തമിഴ്നാട് എന്നുള്ളതാണ്. അതേസമയത്ത് 1916 നോൺ ബ്രാഹ്മിൻ മൂവ്മെന്റുകൾ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ ഒരു പ്രിക്കസർ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു നോൺ ബ്രാഹ്മിൻ മൂവ്മെന്റുകൾ എന്ന് പറയാൻ പറ്റും. അതായത് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ എല്ലാ വിഭാഗം ജനങ്ങൾക്കും താഴ്ന്ന ജാതിക്കാർക്കും പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. റോബർട്ട് ബ്രൂസ് ഫൂട്ട്, അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ജിയോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം 1863 ചെന്നൈ സബർബില് ഒരു ഫസ്റ്റ് ഹാൻഡ് ആക്സിനെ, ഒരു കൈമഴുവിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പ്രീ ഹിസ്റ്റോറിക് ഡിസ്കവറീസിന്റെ ഒരു തുടക്കമായിട്ടാണ് ഇത് കാണുന്നത്. പിന്നീട് അയൺ ഏജിന്റെ ഈ സിഗ്നിഫിക്കൻസ് ഒക്കെ, അത് ഇന്ത്യയിൽ അയൺ ഏജ് തുടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ ആദ്യ എവിഡൻസ് കിട്ടിയത് തമിഴ്നാടുകളിൽ നിന്നാണ് എന്നതിനെ സംബന്ധിച്ചുള്ള മനസ്സിലാക്കിയിട്ടുണ്ട്.
അപ്പോൾ അയൺ ഏജ് ഇംപ്ലിമെന്റ്സ് ഗണ്ടിയിൽ വെച്ച് കിട്ടിയത് തമിഴ്നാടിന്റെ ആ ഒരു ആൻഷ്യന്റ് ഹിസ്റ്ററിയെയും അതുപോലെ തന്നെ അവിടുത്തെ ഹ്യൂമൻ ഹാബിറ്റേഷനെ ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റേറ്റിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കൾച്ചറൽ, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ മിക്സ്ഡ് അപ്പ് ആണെന്ന് പറയാൻ വേണ്ടി തമിഴ്നാട് എപ്പോഴും വാർത്തയിൽ വരാറുണ്ട്. തമിഴ്നാടുവിനെ ബന്ധപ്പെട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ ഒന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ മോഡേണൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്കീം സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. മോഡേണൈസേഷൻ ഓഫ് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് ആൻഡ് വാട്ടർ മാനേജ്മെന്റ് MCADWM എന്ന് പറയുന്ന പദ്ധതിയാണ്. പ്രധാനമന്ത്രി കൃഷി സഞ്ചായ യോജനയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പുതിയ പദ്ധതി മോഡേണൈസേഷൻ ഓഫ് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് ആൻഡ് വാട്ടർ മാനേജ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ട് 1600 കോടി 2025-26 വേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചറിനെ മോഡേണൈസ് ചെയ്യുക, അതായത് ജലസേചനത്തെ മോഡേണൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വാട്ടർ സപ്ലൈ നെറ്റ്വർക്കുകളെ മെച്ചപ്പെടുത്തുക, ഫാമിംഗ് ക്ലസ്റ്റേഴ്സിലേക്കും മറ്റുമൊക്കെ വെള്ളം എത്തിക്കുക എന്നുള്ളതാണ്. എക്സിസ്റ്റിംഗ് കനാൽസുകൾ അല്ലെങ്കിൽ മറ്റ് സോഴ്സുകളെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ടുള്ളത്. അപ്പോൾ ഫാമേഴ്സിനെയും അതുപോലെ തന്നെ സ്മോൾ ലാൻഡ് ഹോൾഡിങ്സ് ഉള്ള ആൾക്കാരൊക്കെ അവരുടെ വാട്ടർ യൂസ് എഫിഷ്യൻസി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു പദ്ധതി വഴി സഹായിക്കാൻ പറ്റുന്നതാണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി, സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡാറ്റ അക്വിസിഷൻ, അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് തുടങ്ങിയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യ ഈ ഒരു താരിഫ് ഓവറിൽ ഇന്ത്യക്ക് മറ്റ് ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ഉള്ളത് എന്നാണ് RBI ഗവർണർ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗ്രോത്ത് പ്രൊജക്ഷൻ 6.7 നിന്ന് 6.5% കുറച്ചു എങ്കിൽ പോലും ഗ്ലോബൽ ട്രേഡ് അൺസർട്ടനിറ്റീസ് കാരണമാണ് ഇത് കുറഞ്ഞത് എങ്കിൽ പോലും RBI ഗവർണറായിട്ടുള്ള സഞ്ജയ് മൽഹോത്ര പറഞ്ഞു വെച്ചാൽ ഗ്ലോബൽ ട്രേഡും അതുപോലെ തന്നെ പോളിസീസും ഒക്കെ ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉണ്ട്, എക്കണോമിക് സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇന്ത്യക്ക് US-ലേക്കുള്ള എക്സ്പോർട്ട് വോളിയം കുറവാണ്, അതുപോലെ തന്നെ ട്രേഡ് സർപ്ലസും കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു റെസിപ്രോക്കൽ താരിഫ് ഇന്ത്യയെ കാര്യമായിട്ട് ബാധിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞുള്ളത്. നമ്മൾ ഈ ഒരു കാര്യം ഓൾറെഡി നോക്കിയിട്ടുള്ളതാണ്. ഇന്ത്യക്ക് വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് US-ലേക്ക് എക്സ്പോർട്ട് ഉള്ളത്. അതേസമയത്ത് താരിഫിൽ ഉണ്ടാവുന്ന വർധനവ് ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ വർദ്ധിക്കുന്നതിന് കാരണമാകാം നെഗറ്റീവ് ആയിട്ടുള്ള വേസിൽ. RBI പ്രത്യേകിച്ചും ഇതെങ്ങനെ ഗ്രോത്തിനെ ബാധിക്കും എന്നുള്ളതിലാണ് കൂടുതൽ കൺസേൺ ആയിട്ടുള്ളത്. പല കൺട്രീസും ചൈനയും ജർമ്മനിയും യൂറോപ്യൻ യൂണിയനും ഒക്കെ ഇന്ത്യയുമായിട്ട് എക്സ്പോർട്ട് ഡിപ്പെൻഡൻസി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മച്ച് ലോവർ ആണ്. അതായത് ഇത് US ട്രേഡ് സിനാരിയോ ഒക്കെ കുറച്ചുകൂടി ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ റുപ്പി കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ട് തുടരുന്നുണ്ട്, പക്ഷെ ചൈനയെ മറ്റുമൊക്കെ ഡിവാലുവേഷൻ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ RBI ഈ ഒരു വോളറ്റിലിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ കേസ് ആവശ്യമെങ്കിൽ ഇടപെടും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ റിസർവ്സ് വളരെ സ്ട്രോങ് ആണ്. ഇന്ത്യയിലെ കയ്യിലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം $700 ബില്യൺ അടുത്തുള്ള ഫോറിൻ റിസർവ് നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ്. എക്കണോമിക് ഡെഫിസിറ്റ് മാനേജബിൾ ആണ്, അതുപോലെ എക്സ്റ്റേണൽ പ്രഷേഴ്സ് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു കുഷ്യൻ നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ഉണ്ട് എന്നും RBI പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ RBI ഈ ഒരു സെക്യൂരിറ്റീസ് ബാഡ് ബാങ്ക് അസറ്റുകളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്, പുതിയ രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് മാർക്കറ്റ് മെക്കാനിസം വഴി ഈ ഒരു സ്ട്രെസ്ഡ് അസറ്റുകളെ സെക്യൂരിറ്റൈസേഷൻ ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് RBI കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് ഓർത്തു വെക്കുന്നത്. അതായത് RBI ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അതായത് നോൺ പെർഫോമിംഗ് അസറ്റുകൾ, അതായത് കിട്ടാക്കടങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റൈസേഷൻ ഓഫ് സ്ട്രെസ്ഡ് അസറ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ കടം വാങ്ങിയ ലെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവരുടെ അസറ്റുകളെ ഒരു ട്രേഡബിൾ സെക്യൂരിറ്റി ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതുവഴി ഈ ഒരു NPAs-ന്റെ റിസ്കിനെ കുറക്കാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഈ ഒരു അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികളുടെ സർഫേസി ആക്ട് 2002 പ്രകാരം അതിനൊരു ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് കൂടി ഓർത്ത് വെക്കുക. ഇതിനു വേണ്ടിയിട്ട് ഒരു റെസൊല്യൂഷൻ മാനേജറെ അപ്പോയിന്റ് ചെയ്യും, അദ്ദേഹം ഒരു സ്പെഷ്യൽ പർപ്പസ് അപ്പോയിന്റിയെ പോലെ ആക്ട് ചെയ്യും എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ പർപ്പസ് എൻറ്റിറ്റി അപ്പോയിന്റ് ചെയ്യുന്ന റെസൊല്യൂഷൻ മാനേജർ അദ്ദേഹം ഈ ഒരു സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സ് ഓവർസീ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ RBIയുടെ പ്രൊപ്പോസൽ പ്രത്യേകിച്ചും എങ്ങനെ വാല്യൂ ചെയ്യണം, ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് എങ്ങനെയായിരിക്കണം ഇൻവെസ്റ്റേഴ്സിന്റെ, അതുപോലെ തന്നെ നെസറി ആയിട്ടുള്ള അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള സെക്യൂരിറ്റൈസ്ഡ് ആയിട്ട് അസറ്റുകളെ അതിനെ ഒരു SPക്ക് മാത്രമാണ് പിന്നീട് വിൽക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. അതായത് ചില അസറ്റുകളെ ഫാം ക്രെഡിറ്റുകൾ, എഡ്യൂക്കേഷൻ ലോണുകൾ, ഫ്രോഡുലന്റ് അക്കൗണ്ടുകൾ, വിൽഫുൾ ഡീഫോൾട്ടുകൾ തുടങ്ങിയവയുടെ സെക്യൂരിറ്റൈസേഷൻ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്.
അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ കാട്ടുതീ ഗ്ലോബലി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ലോകത്ത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ആർട്ടിക്കിളിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ യുഎസിൽ വൈൽഡ് ഫയർ ഉണ്ടായിരുന്നു. ടെക്സാസ്, ഒക്ലാമ, അതുപോലെ തന്നെ കാലിഫോർണിയയിലൊക്കെ മാസീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഡാമേജ് ആണ്. 300ഓളം വീടുകൾ കത്തി നശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജപ്പാനിലെ ഒഫുനാറ്റോ എന്ന് പറയുന്ന സിറ്റിയിലും കാട്ടുതീ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു ബിൽഡിങ്ങുകൾ ഡിസ്ട്രോയ് എന്ന് പറഞ്ഞാൽ 4200ഓളം ആൾക്കാരെ മാറ്റി താമസിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വൈൽഡ് ഫയർസ് ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് വൈൽഡ് ഫയറിന്റെ ഇന്റൻസിറ്റിയും അതിന്റെ ഫ്രീക്വൻസിയും ഒക്കെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. പ്രത്യേകിച്ചും നേരത്തെ കാട്ടുതീയൊന്നും ഉണ്ടാവാതിരുന്ന സ്ഥലങ്ങളിലാണ് ഇപ്പോൾ കാട്ടുതീ രൂപപ്പെടുന്നത് എന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ കാട്ടുതീ എന്ന് പറയുമ്പോൾ എമിഷൻ, കാർബൺ എമിഷൻ ഉണ്ട്. ജാനുവരിയിൽ മാത്രം 8 ലക്ഷം ടണ്ണിനടുത്താണ് കാർബൺ എമിഷൻ ഉണ്ടായിട്ടുള്ളത്. ഒരു വർഷം 10 വർഷം മുന്നേ ഉണ്ടായതിന്റെ 4 മടങ്ങ് കൂടുതലാണെന്ന് ഓർത്ത് വെക്കുന്നത് തന്നെ. ഈ ഒരു ഫയേഴ്സ് ലോക്കൽ എക്കോസിസ്റ്റത്തെ മാത്രമല്ല ഗ്ലോബൽ ക്ലൈമറ്റിനെ തന്നെ ബാധിക്കുന്നുണ്ട്. ഗ്ലോബൽ കാർബൺ ലെവലിനെ തന്നെ ബാധിക്കുന്നുണ്ട്. ഇത് ക്ലൈമറ്റ് ചേഞ്ചിന് ബാധകമാവും. കോമ്പർനിക്കസ് എയർ മോണിറ്ററിംഗ് സർവീസ് ഉണ്ട് യൂറോപ്യൻ യൂണിയന്റെ. ഇതിന്റെ കണക്കുകൾ പ്രകാരം വൈൽഡ് ഫയർ റേഡിയൻസ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആവറേജിനേക്കാൾ വളരെ കൂടുതലാണ്. ഇതെല്ലാം തന്നെ കൂടുതൽ ഫയറുകൾ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടും അതിന്റെ ഇന്റൻസിറ്റിയും വർദ്ധിക്കുന്നതിന്റെ കാര്യമാണ്. ഇന്ത്യയിലും ഫോറസ്റ്റ് ഫയേഴ്സ് ഉണ്ടാവുന്നുണ്ട്. ഇന്ത്യ പ്രധാനപ്പെട്ട ഒരു കാർബൺ സോഴ്സ് ആയി മാറുകയാണ്. 69 മില്യൺ ടൺ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആനുവലി ഇന്ത്യയിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യയിൽ ലാൻഡ് ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. കുറച്ച് വർഷങ്ങളായിട്ട് 0.1 to 0.4 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ലാൻഡ് ടെമ്പറേച്ചർ വർദ്ധിച്ചിട്ടുണ്ട്. നോർത്ത് വെസ്റ്റിലും നോർത്ത് ഈസ്റ്റിലും സെൻട്രൽ റീജിയനിലൊക്കെയാണ് കൂടുതൽ. ഈ ഒരു ഹയർ ടെമ്പറേച്ചർ ഉണ്ടാവുന്നു, ലോങ്ങർ ആയിട്ടുള്ള ഡ്രൈ സ്പെല്ലുകൾ ഉണ്ടാവുന്നു, ഹീറ്റ് വേവുകൾ വളരെ സ്ലോവർ ആയിട്ട് മൂവ് ചെയ്യുന്നു. ഇതെല്ലാമാണ് ഈ ഒരു കാട്ടുതീ ഉണ്ടാവാനുള്ള ഐഡിയൽ കണ്ടീഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫോറസ്റ്റ് ഫയേഴ്സ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഫയർ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. വ്യത്യസ്ത സംസ്ഥാനങ്ങൾ, ഉത്തരാഖണ്ഡിലായിക്കോട്ടെ, ഒഡീഷയിലായിക്കോട്ടെ, ഛത്തീസ്ഗഡിലായിക്കോട്ടെ കാട്ടുതീ പടരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഒരു അഗ്രികൾച്ചറൽ പ്രാക്ടീസസിനെയും എക്കണോമിക് ആക്ടിവിറ്റീസിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ റിസോഴ്സസിന്റെ അവൈലബിലിറ്റി കുറയുന്നതിന് വേണ്ടിയും ആൾക്കാരുടെ വൾണറബിലിറ്റി, നമ്മുടെ രാജ്യത്തിന്റെ വൾണറബിലിറ്റി വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടും കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെയൊക്കെ ആർട്ടിക് ബോറിയൽ സോൺ എന്ന് വിളിക്കാം. ആർട്ടിക് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബൺ സിങ്ക് പോലെ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നത് കാർബൺ സിങ്ക് പോലെയല്ല, ഒരു കാർബൺ എമിഷൻ സോഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതാണ് പറയുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇന്ന് കാർബൺ അബ്സോർബ് ചെയ്യുന്നതിനേക്കാൾ 30% അത് കാർബൺ എമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നതാണ്. അലാസ്ക, നോർത്തേൺ യൂറോപ്പ്, സൈബീരിയ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ കാർബൺ എമിറ്റിംഗ് റീജിയൻ ആയിട്ട് മാറി. അതായത് നേരത്തെ ഈ പ്രദേശങ്ങളൊക്കെ അന്തരീക്ഷത്തിലെ കാർബണെ ആഗിരണം ചെയ്യുന്ന പ്രദേശങ്ങളായിരുന്നെങ്കിൽ ഇന്ന് ഇത് കാർബണെ എമിഷൻ ചെയ്യും. കാരണം പെർമാഫ്രോസ്റ്റ് തോയിങ്, അതായത് വളരെ കാലമായിട്ട് മണ്ണിന്റെ അടിയിൽ ഐസായി കിടന്നിരുന്ന ജൈവാവശിഷ്ടങ്ങളൊക്കെ അന്തരീക്ഷത്തിലേക്ക് വരുന്നുണ്ട്. പെർമാഫ്രോസ്റ്റ് ത്രോയിങ് അതിന്റെ ഭാഗമായിട്ട് മീഥെയിനും മറ്റുമൊക്കെ വരുന്നുണ്ട്. ഇത് അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ വാം ചെയ്യുന്നതിന് കാരണമാവുന്നുണ്ട്. ഇത് കാർബൺ മോണോക്സൈഡ് കൂടുതൽ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കാരണമാവുന്നത്. ഈ ഒരു സ്റ്റഡീസ് പ്രകാരം നോൺ സമ്മർ മന്തുകളിൽ പോലും ആർട്ടിക് സ്നോ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ്. അപ്പൊ സമ്മർ മന്തുകൾ വരുമ്പോൾ ഇത് വളരെ മോശം സാഹചര്യത്തിലേക്ക് പോകാം എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ലീസിംഗ് ബില്ലുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ലീസിംഗ് ബില്ല് അത് ഏവിയേഷൻ ഡിസ്പ്യൂട്ടുകൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. കാരണം ആർബിട്രേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആർബിട്രേഷൻ കൊണ്ടുവരുന്നത് വഴി ഡിസ്പ്യൂട്ടുകൾ വേഗം സോൾവ് ചെയ്യാം. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരും എന്ന് നമുക്ക് കരുതാവുന്നതാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ട് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. അടുത്തത് തമിഴ്നാടും അവിടുത്തെ ഗവർണറും തമ്മിലുള്ള വിഷയം സുപ്രീം കോടതിയിൽ പോയതും സുപ്രീം കോടതി ഗവർണർക്ക് ബില്ലുകൾ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് ടൈം ലിമിറ്റ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വന്ന ആർട്ടിക്കിൾ എഡിറ്റോറിയൽ ആണ്. ഇത്തരത്തിൽ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സുപ്രീം കോടതി കൊണ്ടുവന്ന നിർദ്ദേശങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഈ ഒരു കാര്യത്തെയാണ് ഈ ഒരു എഡിറ്റോറിയൽ അനലൈസ് ചെയ്യുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഉള്ളത്. നമ്മൾ ഓൾറെഡി ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. അടുത്ത ദിവസം കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.